ഗായ്സ് അപ്പോൾ നമ്മൾ എന്താ പറയുക റൂമിലൊക്കെ വന്ന് ഫുൾ സെറ്റായി ഫുൾ മാറ്റി അപ്പോൾ നമ്മൾ ഇറങ്ങാണ് ഇനി ഐക്യയിലേക്ക് അതുകൊണ്ട് നേരെ ഫുള്ള് ബാംഗ്ലൂർ കറങ്ങാൻ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. So this is my outfit. ഡ്രസ്സ് എന്തായാലും ഇഷ്ടമായിട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഡ്രസ്സ് ഇഷ്ടമായിട്ട് എന്തായാലും കമന്റ് ചെയ്യുക. സ്പീഡ് പോയി അവിടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഐക്യയിലേക്ക്. അപ്പം നമ്മളെ റൂം ഏകദേശം റൂമിൽ നിന്ന് ഐക്യയിലേക്ക് ഏകദേശം 1 hour ഉള്ളൂ തോന്നുന്നു. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ് റൂമിലില്ല സോറി റോഡിൽ. അപ്പോൾ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി പോയി അവിടെ എത്താൻ. 5:30 6 o'clock ആയില്ലേ, 5:30 5 o'clock നമ്മളാണ് ഐക്യയിലെത്തിയത്. അപ്പോൾ എന്താ പറയുക ഞാൻ ഐക്യയിലെത്തിയിട്ട് കാണാം. നമ്മൾ ഐക്യയിലെത്തി. അപ്പോൾ നമ്മൾ ഐക്യയിലെത്തിയിട്ട് എന്താ പറയുക നല്ലൊരു പ്രീമിയം ലുക്കാണ് ഐക്യനെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക അങ്ങനെ ഐക്യയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഐക്യ ഇൻ്റർനാഷണൽ ബ്രാൻഡാന്നൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും തോന്നുന്നുണ്ടെങ്കിൽ. ഐക്യനെ പറ്റി അറിയാത്തവർ കൂടെ ആരും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. പക്ഷെ അറിയാത്തവർ ഈ വീഡിയോ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. വാച്ച് ടിൽ ദ എൻഡ്. എന്നാലും നിങ്ങൾക്ക് മൊത്തം അറിയാൻ പറ്റുമോ ഐക്യനെ പറ്റിയിട്ട്. നമ്മൾ കഴിയുന്നിടത്തോളം മൊത്തം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഐക്യ. അപ്പോൾ നമ്മൾ കയറുന്ന വഴിക്ക് ചെറിയൊരു ചെക്കിങ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കുകയുള്ളൂ, വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. ഐക്യയിലേക്ക് ചെറിയൊരു ചെക്കിങ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഐക്യക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ ഇവരെ ലുക്കൊക്കെ നല്ല രസമുണ്ട് ഗൈസ്. സംഭവം ഇവർ മെയിൻറ്റെയിൻ ചെയ്ത ഗാർഡനും ഇവരെ ചെടികളും പ്ലാന്റ്സൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഫസ്റ്റ് ഓഫ് ഓള് നല്ല അടിപൊളിയായിരിക്കണേ. അപ്പോൾ നമ്മൾ ഐക്യയിലെത്തി. അമ്മ ഫുൾ ഹാപ്പിയാണ്. അവിടെ വലിയ പാർക്കിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ട് ഐക്യയിൽ വരുന്നത്. ബാംഗ്ലൂരിലും ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ബാംഗ്ലൂർ ഫസ്റ്റ് ടൈം വിസിറ്റാണ്. അപ്പോൾ ഞാൻ ഐക്യയിൽ വന്ന് ഇപ്പോൾ ഫുള്ള് സെറ്റാണ്. ഇപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ നേരെ ഐക്യയിലേക്ക് കയറാൻ പോവാണ്. ഇത് കാക്ക കണ്ട് ഗൈസ്. കാക്ക വീഡിയോ വരാൻ മടിയാണ്. അപ്പോൾ ഫുള്ള് ഞാൻ ഐക്യ കയറിച്ച് കാണാം. നീ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളെന്നുള്ളത് നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ ഐക്യയിലാണ്. ബാംഗ്ലൂർ ഐക്യയിൽ മെയിനായിട്ട് വന്നത് ഒന്ന് വിസിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ലൈഫിൽ 1 time എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത്ര അടിപൊളിയാണെന്നൊക്കെ പറയുന്നത്. നമ്മൾ കയറിയപ്പോൾ തന്നെ മനസ്സിലായത് കുറച്ച് കാണാനുണ്ട് എന്ന്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് പില്ലോൻ്റെ സെക്ഷനൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ നോക്കി നല്ല അടിപൊളി നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഐക്യ ഇങ്ങനെ കാണിനു. ഐക്യ എത്ര ഫ്ലോറാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും ഐക്യ വലിയൊരു മാളല്ല, വലിയൊരു എന്താ പറയുക ഷോറൂമൊക്കെ മാതിരി വലിയൊരു ഇതാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങാൻ ശരിക്കും എന്താ പറയുക ലേറ്റായി. കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. എന്നിട്ട് കുറച്ച് റൂമിലേക്ക് കിടന്നിട്ട് ആണ് നമ്മൾ റൂമിൽ കുറച്ചോളം ഐക്യയിലേക്ക് നമ്മൾ ഇറങ്ങി. എന്നിട്ട് അപ്പോൾ കുറച്ച് ലേറ്റായി പോയി ഐക്യയിലെത്താൻ. അപ്പോൾ നമ്മൾ ഐക്യയിലെത്തിയപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല ഉച്ചക്കത്തെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ നല്ല കേക്ക്സ്, റെഡ് വെൽവെറ്റ് കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ചീസ് കേക്കൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഫുഡൊക്കെ എടുത്ത്
നഗറ്റ്സ് എടുത്ത്, ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത്, ചിക്കൻ വിങ്സ് എടുത്ത്, ബ്രോസ്റ്റഡ് ചിക്കൻ വിങ്സ്, ചിക്കൻ ടിക്ക എടുത്ത്, കബാബ് എടുത്ത്, അതൊക്കെ ഒരു പ്ലാറ്ററായിട്ടാണ് കിട്ടിയത്. പിന്നെ സോസ് കോംപ്ലിമെൻ്ററി ഉണ്ട് അതെടുത്ത്. പിന്നെ നമ്മളെന്താ ഓർഡർ ചെയ്തത്, പിന്നെ റെഡ് വെൽവെറ്റ് കേക്കും ചീസ് കേക്കും, പിന്നെ ഒരു മീറ്റ് ബോളും വാങ്ങി. മീറ്റ് ബോൾ വിത്ത് സ്മാഷ്ഡ് പൊട്ടാറ്റോ. ഇറ്റ് വാസ് ക്വൈറ്റ് എ ഗുഡ്. അപ്പോൾ അതിൻ്റെ കസിൻ പറഞ്ഞിട്ട് എടുത്താണ്. പിന്നെ എന്താ പറയുക, ചോക്ലേറ്റ് കേക്ക് മിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എടുക്കാം. ഈ അയക്കാൻ പറയുമ്പോൾ വീട്ടിലേക്കുള്ള സാധനം മാത്രമല്ല, എന്താ പറയുക, ഫുഡ് കഴിക്കുക. ഇറ്റ്സ് ലൈക്ക് എ മാൾ. അത്രയുള്ളൊക്കെ പറയാനുള്ളത്. ഇറ്റ്സ് ലൈക്ക് എ മാൾ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. എന്താ പറയുക, നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലുലുമാൾ പോയി. അപ്പോൾ ലുലുമാൾ പോയാൽ അവിടെ ഫണ്ടൂർ ഉണ്ടാവില്ലോ കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ. അതേപോലെ ഇതൊരു മാള് മാതിരി തന്നെയാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. അത് ഫ്രീ എൻട്രി, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സുഖമായിട്ട് ഫ്രീ ആയിട്ട് കളിക്കുക കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾക്ക് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയ. അപ്പോൾ കുട്ടികൾക്ക് വേണം അവിടുന്ന് കളിച്ച് ചില്ല് ചെയ്യുക, നമുക്ക് വേണം അവിടുന്ന് തിന്ന് ചില്ല് ചെയ്യുക. പല എന്താ പറയുക, ഫുള്ള് ചില്ലിങ് പോയി അയക്കുക വ്ളോഗാണിത്. നമ്മൾ എന്തായാലും ലാസ്റ്റ് വരെ കാണണം. ഇതിന് അയക്കേൻ്റെ എന്താ പറയുക, നമ്മൾ കഴിയുന്നിടത്തോളം മൊത്തം നമ്മൾ കവർ ചെയ്യാൻ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ വാച്ച് ടിൽ ദ എൻഡ്. നമ്മളിങ്ങനെ ടേബിളൊക്കെ തപ്പി പിടിച്ച് ഇങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ ടേബിളൊക്കെ ഏകദേശം കണ്ടുപിടിച്ച് നമ്മൾ കസീനൊക്കെ പോകണം. ഞാൻ കസീൻ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ അടുത്ത ഡ്രിങ്ക് ഏതാ എടുക്കണമെന്ന്. ബിക്കോസ് ഇറ്റ്സ് അൺലിമിറ്റഡ് ആ ഡ്രിങ്ക് എത്ര വേണമെങ്കിലും ഒരു പ്രാവശ്യം പൈസ അടിച്ചാൽ എടുക്കുക. പിന്നെ എന്താ പറയുക, കോഫിയും അൺലിമിറ്റഡാണ്. പിന്നെ സോസ് കോംപ്ലിമെൻ്ററി ആണ്. വേറെ എന്തോ അൺലിമിറ്റഡ് ഉണ്ട്. ഐസ്ക്രീം അൺലിമിറ്റഡാണ്. ഐസ്ക്രീം 10 റുപ്യേൻ്റെ ഐസ്ക്രീം വേണം, അത് അൺലിമിറ്റഡാണ്. അത് വാങ്ങും. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങും ഗൈസ്. നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾക്ക് പറ്റിയ നാടൻ വൈബ് ഫുഡൊന്നും ഉണ്ടാവില്ല. സാധാ എന്താ പറയുക, അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ഫുഡൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടുന്ന് കഴിക്കുക നമ്മളിങ്ങനെ കഴിക്കുകയാണ്. എന്താ പറയുക, നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് സെൽഫ് സർവീസ് ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ തിന്ന പാത്രങ്ങളൊക്കെ അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അതാണ് അവിടുത്തെ. അപ്പോൾ ഓഫീസ് ഇങ്ങനെ ഓരോരോ ടെഡി ബിയറൊക്കെ എടുത്തിട്ട് ചോദിക്കുകയാണ്, അത് വാങ്ങട്ടെ. അപ്പോൾ ലാസ്റ്റിലേക്ക് ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീം 10 റുപ്യ ഉള്ളൂ. 10 റുപ്യൊക്കെ അൺലിമിറ്റഡാണ്. ബട്ട് ദ പ്രോബ്ലം മീൻസ് നമ്മളിപ്പോൾ കോണ് കടിച്ച് വിചാരിച്ചാൽ പിന്നെ കിട്ടില്ല. കോണ് കടിച്ചില്ലെങ്കിൽ ഫ്രഷ് കോണാണെങ്കിൽ നമുക്ക് വീണ്ടും കിട്ടും ഐസ്ക്രീം. പിന്നെ എന്താ പറയുക, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫർണിച്ചേഴ്സ്, എന്താ പറയുക, ഇൻറ്റീരിയൽ വർക്ക്സ്, അതൊക്കെയാണ് മെയിൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വെല്ല നടക്കുകയാണ്. ഫസ്റ്റ് അതിന് വല്ലാണ്ട് കഴിച്ചില്ല, എന്നാലും കഴിച്ച ഫുഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നു, പ്രീമിയം ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാഴ്ചകളിങ്ങനെ അയക്കുക നടന്നിട്ട് തീരില്ല. നടന്നിട്ട് തീരില്ല. അതെനിക്ക് ആദ്യം ഒരു കാര്യം പറയണം, നടന്നിട്ട് തീരില്ല. അത്രയും നമ്മൾ കോഴിക്കോട് ലുലുമാളില്ലേ, അതിൻ്റെ ഒരു ത്രിബിള് ആലോചിച്ചൊക്കെ, അതിൻ്റെ ഒരു ത്രിബിളിനെക്കാട് വലുപ്പമുണ്ടാവും. അത്ര വലുപ്പം. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, കസ്റ്റമേഴ്സ്. ബട്ട് ദ പ്രോബ്ലംസ് നമുക്ക് അറിയില്ല എത്ര വലിയ മാളേനുണ്ട്, ഇത്ര ആൾക്കാരുണ്ട് നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഫോക്ക്, സ്പൂൺസ്, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന പ്ലേറ്റ്സ്, എന്താ പറയുക, ബൗള്, അങ്ങനെ എല്ലാം. പിന്നെ കുട്ടികൾക്ക് വേണ്ട ചെയർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് അവിടെ ഇല്ലാത്തതൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ബൊമ്മകൾ, ഡോൾഫിൻ്റെ ഇതെന്താ, ഷാർക്കോ ഡോൾഫിനോ എന്തോ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, എനിക്ക് ജലദോഷം ഉണ്ട് ഗൈസ്. അപ്പോൾ ജലദോഷം തൊണ്ടവേനുണ്ടായതുകൊണ്ട് ഇതിൻ്റെ വോയിസ് ഇങ്ങനെ ആയിരിക്കും, അപ്പോൾ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് പറ്റിയ ചെറിയ ബെഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നമ്മളിപ്പോൾ അഥവാ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഓഫീസിന് എനിക്കൊക്കെ നോക്കാമല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുകയാണ്, ഇതൊക്കെ നോക്കുക ഗൈസ്, എന്ത് വൃത്തി, എന്ത് അടിപൊളിയായിട്ട് അവർ സെറ്റാക്കിയ ഇതൊക്കെ. റൂം കപ്പിൾസ്, ഉപ്പമാർക്കും മാസ്റ്റർ ബെഡ്റൂമൊക്കെ മാറി കിടക്കുക. എന്ത് രസമല്ലേ ഇത് ഒരു സെറ്റാക്കിയത്, അടിപൊളിയായിട്ട് സെറ്റാക്കിയിരുന്നു അവർ. അപ്പോൾ ഷെൽഫ് മതിലിനോട് അടുപ്പിച്ചിട്ടുള്ള അറ്റാച്ചഡ് അങ്ങനെ ഷെൽഫുണ്ട്. പിന്നെ ആൾമാറ പോലത്തെ ഷെൽഫുണ്ട്. പിന്നെ മിറേഴ്സ് ഉണ്ട്. നമ്മളെന്താ പറയുക, പ്ലേറ്റ്സ് അല്ല എന്തൊക്കെ കൊണ്ട്. പിന്നെ ഷെൽഫിൻ്റെ ഒരു
ഭൂലോകം തന്നെയാണ് അവിടെ. അതാണ് എനിക്ക് ആ നിമിഷത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഷെൽഫിൻ്റെ ഒരു വലിയൊരു തന്നെയാണുള്ളത് ഗൈസ് അവിടെ. ഷെൽഫ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ മിറേഴ്സ് ഉണ്ട്, മതിൽമേലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ മിറേഴ്സ് ഉണ്ട്. പിന്നെ അവിടെ നല്ല ബെഡ്റൂംസ് സെറ്റാക്കി വെച്ച് അതൊക്കെ വേണം നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് കാണിച്ചത് ചിലപ്പോൾ ഒരു ഐഡിയയിലൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അതിനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ഐക്യ ബാംഗ്ലൂർ. ഐക്യ ഇൻ്റർനാഷണൽ ബ്രാൻഡ് അതിനുണ്ട്, പല രാജ്യത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എവിടെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്. അപ്പോൾ നമ്മൾ ഐക്യ ബാംഗ്ലൂർ പോയി വിചാരിച്ച്. ബാംഗ്ലൂർ വന്ന മെയിൻ ഉദ്ദേശം ഐക്യ കാണണം. കുറേ ആയിട്ട് അമ്മയൊക്കെ പറയണം ഐക്യ കാണണമെന്ന്. നമ്മൾ ഐക്യ കാണണം വിചാരിച്ചിട്ട് നമ്മൾ ഐക്യ കണ്ടു ഫൈനലി. ഐ എം വെരി ഹാപ്പി. അതൊക്കെ നോക്കുക, ആർട്ടിഫിഷ്യൽ ഗ്ലാസിൻ്റെ ഒരു ലോകം തന്നെ എന്ത് രസത്തിലവർ സെറ്റാക്കി. അതിശയം പെട്ടുപോയി ഗൈസ്. എന്തായാലേ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഐക്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുക, നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഒരു ദിവസം എന്തായാലും ഫ്രീ എൻട്രി ആണ്, നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട. കണ്ടാൽ പിന്നെ നിങ്ങൾ അവിടുന്ന് പോരൂല. നിങ്ങൾ കണ്ട് നിങ്ങൾ ചാവും. അത്രയും നിങ്ങൾക്ക് എന്തായാലും ഐ എം ചാലഞ്ചിങ്. നിങ്ങൾക്ക് എന്തായാലും മൊത്തത്തിൽ കാണാൻ കഴിയൂല. അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. മൊത്തത്തിൽ കാണില്ല, അത്രയും വലിയൊരു എന്താ പറയുക ലോകമാണ് ലോകം, മനസ്സിലായില്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ഓരോരോ സെക്ഷൻ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്താ പറയുക മിററിൻ്റെ സെക്ഷൻ ഇനി ഇപ്പോൾ ഇതൊക്കെ ബെഡ്, വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഓഫ് ബെഡ് കാണാം. എന്താ പറയുക രണ്ടാക്കി എടുക്കാറുണ്ട്, സിംഗിളായിട്ട് കിടക്കാറുണ്ട്. എന്താ പറയുക അങ്ങനെ കുറേ ബെഡുകൾ, ഷെൽഫിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ഷെൽഫൊക്കെ അവിടെ ഇല്ലാത്ത ഷെൽഫില്ല. നിങ്ങൾ കാണാത്തതും കണ്ട ഷെൽഫ് വരെ ഉണ്ടാവും, കാണാത്തതും കണ്ട ഷെൽഫ് വരെ ഉണ്ടാവും അവിടെ. പിന്നെ ഈ ബെഡ്റൂമൊക്കെ ഇവർ എങ്ങനെയാണ് സെറ്റാക്കിയത്. ഇതെന്താണ് ഇവർ സെറ്റാകുമ്പോൾ ഇവർ ആൾക്കാരെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും, ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെ പറയണം. ഓരോരോ ബെഡ്റൂമും നമ്മളിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കാണും, ഫോട്ടോ എടുക്കുക. ഈ ബീൻ ബാഗ് എല്ലാവരും ഡിഫറെൻറ്റ് വെറൈറ്റി സാധനം, ഇതൊക്കെ സൂപ്പർ അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ കസിന് എന്തൊക്കെയോ ചെയ്യണ്. പിന്നെ എന്താ പറയുക നമ്മൾ ഓരോരോ ഇത് കണ്ട് ഡൈനിങ് ടേബിളൊക്കെ ഇവർ സെറ്റാക്കിയ രീതി ഫൗണ്ടഡാ ജാതി. ഈ ഇന്നത്തെ പ്ലേറ്റൊക്കെ കണ്ടാൽ ഇവിടെ വന്നവരെന്തായാലും വാങ്ങും. അത്രയും നല്ല മിനി ക്യൂട്ട് എന്താ പറയുക പ്ലേറ്റുകളും ഗ്ലാസ്സുകളും കപ്പുകളൊക്കെയാണ്. ഇതൊക്കെ ഈ പ്ലേറ്റിൻ്റെയൊക്കെ ഒരു നീറ്റ് നോക്കുക, രസം നോക്കില്ലേ. നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ എന്തായാലും ഇവിടെ നിന്ന് വാങ്ങാതെ പോയില്ല. എനിക്ക് 100% അല്ല 110% ഷുഗറാണ്. അത്രയും നല്ല ഇവിടെ ഒന്നും വാങ്ങാത്ത എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് നോക്കി. എന്തായാലും ആ ടേബിളിൻ്റെ ഒക്കെ ഒരു കാഴ്ച സൂപ്പർ. പിന്നെ എന്താ പറയുക സോഫമേലൊക്കെ ഇരുന്നാൽ ഒരു എന്താ പറയുക പഞ്ഞിക്കട്ടമാതിരി അത്രയും നല്ലൊരു കംഫർട്ടായിട്ടുള്ള സോഫകൾ, ചെയറുകളൊക്കെയാണ്. അപ്പം പിന്നെ ഇവർ നോക്കി ടൈലറിനൊക്കെ പറ്റിയ നല്ല ടേബിൾസ്. എൻ്റെ അനിയനെന്താ കസാൽമേലൊന്ന് കറങ്ങണ്. പിന്നെ വാൾമേൽ എന്താ പറയുക മതിൽമേൽ ഒട്ടിക്കാൻ പറ്റിയ എന്താ പറയുക ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്. പിന്നെ നമുക്ക് സ്റ്റൂള് മാറ്റിയ സോഫ ഉണ്ട്, നല്ല സോഫൻ്റെ കളക്ഷൻ അവിടെ വൈഡ് വെറൈറ്റി. പിന്നെ ബിഗ് എക്സ്ട്രാ ലാർജ് പില്ലോസ് ഉണ്ട്, എക്സ്ട്രാ സ്മോൾ പില്ലോസ് ഉണ്ട്, സോഫമേൽ ഇടാനുള്ള പില്ലോസ് ഉണ്ട്, കിടക്കുമ്പോൾ യൂസ് ചെയ്യാനുള്ള പില്ലോസ് ഉണ്ട്. അങ്ങനെ കുറേ ഇതൊക്കെ നോക്കി വെറൈറ്റീസ് ഓഫ് സോഫകളാണ്. സോഫേൻ്റെ കുറേ വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഐക്യൻ്റെ പറയാം. ഐക്യ ഓൾ അബൌട്ട് എന്താ പറയുക ഹോം തിങ്സ് മാത്രമല്ല, അവിടെ കിട്ടാത്ത ഒന്നുമില്ല വീട്ടിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഐക്യ വിശേഷങ്ങൾ ഡേ 2 at ബാംഗ്ലൂർ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ ഓക്കെ ബൈ. എന്തായാലും പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.